ലഹരിയുടെ വിഷക്കൈകളാൽ ചുറ്റി ഞെരിക്കപ്പെടുകയാണ് കൊച്ചി നഗരം. ലഭ്യമായ എല്ലാ ലഹരികളും കൊച്ചിയിൽ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് നഗരത്തെയും നാട്ടുകാരെയും പേടിപ്പിക്കുന്നത്. യുവാക്കളും യുവതികളും ലഹരി ഉപയോഗത്തിനൊപ്പം തന്നെ വിൽപ്പനയിലേക്കും ഇറങ്ങുമ്പോഴും ലഹരി ഒഴുക്കിന്റെ ശരിയായ ഉറവിടം കണ്ടെത്തുന്നതിൽ ഇന്നും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. രാസലഹരിയുടെ പിടിയിൽ അമരുകയാണ് കൊച്ചി നഗരം. പ്രതിദിനം കൊച്ചി സിറ്റി പരിധിയിൽ മാത്രം പിടികൂടുന്നത് 3-4 കേസുകളാണ്. പിടിയിലാകാതെ രക്ഷപ്പെടുന്നത് അതിന്റെ ഇരട്ടിയിലധികം കേസുകളാകും. ഇന്നലെ കൊച്ചിയിൽ അറസ്റ്റിലായ മോഡൽ അൽക്കാജ് അടക്കമുള്ളവർ ലഹരി വിൽപ്പനയിലേക്ക് കടന്നു വരുന്നത് അതിൽ നിന്നും കിട്ടുന്ന വലിയ ലാഭത്തെ കരുതിയാണ്. ഇവരിൽ പലരും ലഹരിക്ക് അടിമകളാണെന്നത് പോലീസിന് പോലും വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് റോഡ് മാർഗമാണ് കൊച്ചിയിലേക്ക് MDMAയും കൊക്കൈനും അടക്കമുള്ള ലഹരി വസ്തുക്കൾ പ്രധാനമായും എത്തിക്കുന്നത്. കൊച്ചിയിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്ന ദിവസം തന്നെ ലഹരി പാർട്ടികളും സംഘടിപ്പിക്കപ്പെടുന്നു. ഈ പാർട്ടിക്കുള്ളിൽ വെച്ചാണ് പുതിയ ഇടപാടുകൾ രൂപപ്പെടുന്നത്. അൽക്കായ് ഉൾപ്പെടെയുള്ളവർ മോഡലിംഗ് രംഗത്തെ ആളുകളെ ലഹരി കച്ചവടത്തിലേക്ക് കൊണ്ടുവന്നതും ഇത്തരം പാർട്ടികളിലൂടെ തന്നെയാണ്. കൊച്ചി സിറ്റി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത അൽക്ക ജോണി ഉൾപ്പെടുന്ന ലഹരി കടത്ത് സംഘത്തിന് പ്രതിദിനം 40,000 മുതൽ 50,000 രൂപ വരെയാണ് ലാഭമായി കിട്ടിയിരുന്നത്. ഈ വലിയ ലാഭം തന്നെയാണ് യുവതി-യുവാക്കളെ ലഹരി കച്ചവടത്തിലേക്ക് പ്രധാനമായും എത്തിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ ലഹരി കച്ചവടത്തിന്റെ വലിയ ലാഭം കൈപ്പറ്റിയിരുന്ന ബോസ് എന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. ലഹരി കണ്ണിയെ അറുത്തുമാറ്റണമെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ആർക്കാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത്തരം കണ്ണുകളെ കണ്ടുപിടിച്ചാൽ മാത്രമേ കൊച്ചി നഗരത്തിലേക്കുൾപ്പെടെയുള്ള ലഹരി വരവിന്റെ അളവെങ്കിലും കുറയ്ക്കാനാകൂ.